അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നൗഷോ എവിടെടാ? നീച്ചിട്ടില്ലേ? എന്തേ ഇപ്പം സമ്മതി? മിഞ്ഞാന്നാ ഓടിക്കൊയങ്ങിയതാ? പെരുമ്പാച്ചിൽ പാഞ്ഞിക്കണ നൗസ് ഒന്നും ആവും. അന്നൊക്കെ നൗസിൻ്റെ ഒരു പാച്ചിൽ പാഞ്ഞിട്ട് നിങ്ങളോട് പറയാ. പെരുമ്പാച്ചിൽ പാഞ്ഞിക്കണ അങ്ങനെ ഈ പൂച്ചാളപ്പം നായ്ക്കൾ കൂടിയുണ്ട്. പൂച്ചാക്കൊരു മെരം കയറല്. ഇത് മെരം കയറാനും പിന്നെ വെച്ചാ എന്തേ ആയതെന്നാവോ. പിന്നെ പാവോ നീച്ചിട്ടില്ലേന്നാവോ. ന്യൂസ് വെച്ച് നീച്ചേ എന്തേലൊക്കെ ഒന്ന് പറയാ. നമ്മളെ സംബന്ധിച്ച് എന്തെല്ലാം ആരോപണങ്ങൾ പറയുന്നു. അന്നപ്പത്തിനിപ്പോ ആരോപണമായിട്ടാ വരുന്നത്. ആയിക്കോട്ടെ, എന്നിട്ട് എന്തെല്ലാം ആരോപണങ്ങൾ പറഞ്ഞു. എന്നിട്ടോ നമ്മളെന്താ ചെയ്യാ? എന്താ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് പറയാം. ആ പറഞ്ഞ ആള് ആധികാരികമായിട്ടാണ് വിഷയം കൈകാര്യം ചെയ്യുന്നതെങ്കിൽ, ആധികാരികമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ എന്നാല് അതിന് നമ്മൾ ആധികാരികമായി തന്നെ മറുപടി പറയും. എൻ്റെ പോലെ ഏതെങ്കിലും ഒരു വിഷയത്തിന് ആധികാരികമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു വിഷയത്തിന് പറഞ്ഞിട്ടുണ്ടോ? അല്ലാത്തത് പിന്നെ പരിഗണിക്കേണ്ടതില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ ആരെന്തോ പറയുന്നതിന് മറുപടി പറഞ്ഞാൽ പിന്നെ അതിനല്ലേ ഒഴിവുണ്ടാവുള്ളൂ. അപ്പൊ അതാണ് ചെയ്യേണ്ടത്. നമ്മൾ അല്ലാത്തത് നമ്മൾ പരിഗണിക്കേണ്ടതില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നതിന് ഇപ്പം നമ്മൾ മറുപടി പറഞ്ഞാൽ അതിനല്ലേ ഒഴിവുണ്ടാകുള്ളൂ. പൊന്നാര നൗഷാദെ, സോഷ്യൽ മീഡിയയിൽ വരുന്നതിനല്ലാതെ ഏതിനാച്ച് മറുപടി പറയുന്നത്? വാട്സപ്പ് കൂട്ടായ്മയിലും ത്വരീഖത്തും ശരീഅത്തും എന്നുള്ള ഗ്രൂപ്പിൽ, നമ്മളെല്ലാവരും പാടുള്ള ഗ്രൂപ്പിലും, അതുപോലെ തന്നെ യൂട്യൂബിലും പിന്നെ ഫേസ്ബുക്കിലും വരുന്നതിനല്ലാതെ ഏതിനാ മോനേച്ച് മറുപടി പറയുന്നത്? അതിലിങ്ങനെ വരുന്ന കാര്യങ്ങൾക്കല്ലാതെ വേറെ മറുപടി പറയണില്ലല്ലേ. ഇന്നലെ നമ്മൾ ഏതെങ്കിലും ഒരു വോയിസ് വിട്ടിട്ടുണ്ട് വെച്ചാൽ അതിന് മറുപടി ഊമക്കത്ത് പോലെ പറയുക. പിന്നെ വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്, യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ അതിനൊക്കെ ഒരു ഊമക്കത്ത് പോലെ ഇങ്ങനെ പറയുകയാണ്. അതെല്ലാം കാന്തപുരം ഉസ്താദിൻ്റെയും പൊന്മള ഉസ്താദിൻ്റെയും പേരോട് ഉസ്താദിൻ്റെയും ഖലീൽ തങ്ങൾ പാപ്പയുടെയും തലയിൽ കെട്ടിവെച്ചുകൊണ്ടാണല്ലോ പറയുന്നത്. ഞങ്ങളൊന്നും ഈ സംസാരിക്കണമൊന്നും സംഘടനയുടെ ലേബിളിൽ നിന്നിട്ടല്ല, സംഘടനയുടെ പിൻബലം കൊണ്ടുമല്ല. സംഘടന ഒന്നും ഞങ്ങൾ പിന്നെ ഇത് പറയാൻ ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. പക്ഷേ നീ കാട്ടിക്കൂട്ടുന്ന പരിപാടികൾ മുഴുവനും തെറ്റാണ് എന്നുള്ളത് 100ക്ക് 200% ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ഈ സംസാരിക്കുന്നത്. മനസ്സിലായോ? ഇപ്പൊ ഇതെന്താ പറഞ്ഞത്? എല്ലാം നീ ഈ ആദ്യ വണ്ടിയും വലിയിലും പെട്ടിട്ട് എന്തെങ്കിലും ഒരു നല്ല കാര്യം ഇതുവരെ പ്രസംഗിച്ചിട്ടുണ്ടോ? ഈ കോമാട്ടുചാലിൽ അബ്ദുള്ളാന്റെ ഒപ്പം കൂടിയിട്ട് ആദർശ വിശദീകരണം എന്നുള്ള ബോർഡും വെച്ചുകൊണ്ട് ഉപ്പും ചാക്കിൻ്റെ മുകളിൽ പൻസാര ചാക്കിൻ്റെ മുകളിൽ ഉപ്പും ചാക്കാണ് എന്ന് എഴുതി വെച്ചാൽ ഉറുമ്പ് വരൂലേ? അങ്ങനെ ബോർഡും വെച്ചുകൊണ്ട് വലിയൊരു ബോർഡ് അവൻ്റെ ബാക്കിൽ വെച്ചിട്ട് ആദർശ സമ്മേളനം എന്നും പറഞ്ഞ് വെച്ച് കേരളക്കരയിൽ ജീവിച്ചിരിപ്പുള്ള മുഴുവൻ പണ്ഡിതന്മാരെയും, കാന്തപുരം ഉസ്താദിനടക്കം സുലൈമാൻ ഉസ്താദിനടക്കം ഇനി പറയാൻ ബാക്കില്ല. അപ്പം ഏതെങ്കിലും നല്ലൊരു വിഷയം അന്ന് എൻ്റെ തൊള്ളേറ്റ് പറഞ്ഞിട്ടുണ്ടോ ഈ കാലം, ഈ 2013 ശേഷം? എന്നിട്ട് ആധികാരികമായിട്ട് മറുപടി പറയും. അതെനക്ക് കുറച്ച് ഗണ്ണിക്കാൻ കഴിയും എന്നുള്ള ആ ഒരു അഹങ്കാരല്ലേ, അതെല്ലാവർക്കും ബേക്കും. പക്ഷെ എല്ലാവരും മിണ്ടാതിരിക്കുകയാണ്. മനസ്സിലായെനിക്ക്? എനക്ക് മാത്രമൊന്നുമല്ല ബേക്കുക, എല്ലാവർക്കും ബേക്കും. പക്ഷെ എല്ലാവർക്കും ഒരു തവാദുണ്ട്. ജാ തക്കബുറിലാണ് പോകണമെന്നുള്ളൂ, ജാ കിബറനായിട്ട് ഇങ്ങനെ പോകുക എന്നുള്ളൂ. മറ്റുള്ളവരൊക്കെ ആ തവാദുവിൽ ഇങ്ങനെ പോകുക എന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് ആധികാരികമായിട്ട് മറുപടി പറയും. മാത്രമല്ല യൂട്യൂബിലൊക്കെ ആരെങ്കിലും പറയുന്നതിനും മറ്റു സോഷ്യൽ മീഡിയയിൽ പറയുന്നതിനൊക്കെ മറുപടി പറയാൻ നിൽക്കുക. ഇത് ഇപ്പോൾ ഈ 2013 ശേഷം പ്രസംഗിച്ചത് മുഴുവനും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞതിനൊക്കെ മറുപടിയാണ്. യൂട്യൂബിൽ പറഞ്ഞതിനും വാട്സപ്പിൽ പറഞ്ഞതിനും
ആയിട്ടുള്ള മറുപടിയാണ്. അതല്ലാതെ അന്നെ ഗണ്ണിച്ചുകൊണ്ട് ഒരാളും വരാറില്ല. അന്നെ എന്നല്ല ഒരാളെയും സുന്നത്ത് ജമാഅത്ത് പറയും ഞങ്ങളെ പണ്ഡിതന്മാർ. അത് പൊന്മൾ ഉസ്താദാണെങ്കിലും പേരോട് ഉസ്താദാണെങ്കിലും ഖലീൽ തങ്ങൾ പാപ്പയാണെങ്കിലും സുൽത്താനുൽ ഉലമയാണെങ്കിലും സുലൈമാൻ ഉസ്താദാണെങ്കിലും ഒക്കെ സുന്നത്ത് ജമാഅത്ത് പറയും. അതിലങ്ങനെ ചപ്പെട്ടു പോകും എന്നല്ലാതെ ഓരന്നൊന്നും പ്രത്യേകിച്ച് അന്നൊക്കെ ഓർക്കെന്തെത്താൻ കൈലാശ ആണ്. എൻ്റെ കോമാട്ടുചാലിൽ അബ്ദുള്ള ഓർക്കെന്തെത്താൻ ലാശ ആണ്. എന്നിട്ടോ ഈ രൂപത്തിൽ പറയണേ ഇവനെ വിശ്വസിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ കുടുങ്ങൂല മക്കളെ. ആ പാട്ടുകാരുണ്ടല്ലോ, ഒരു പാട്ടുകാരൻ, ആ മീശവടിയൻ പാട്ടുകാരൻ, ആ പാട്ടുകാരനൊപ്പം പറ്റിച്ചിരിക്കണം. അന്ന് കണ്ടോളിഞ്ഞു. കേട്ടില്ല നിങ്ങള്? ഞങ്ങളെ പടച്ചോൻ ആരാണ്? മടവൂരാണ് എന്ന് പറയണേന്ന്. ഏയ് നിങ്ങളെ പടച്ചോൻ ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾ അപ്പം പറഞ്ഞുകൊണ്ട് മടവൂരാണ് പടച്ചോൻ എന്ന് പറയണേ എന്ന് പറഞ്ഞുകൊണ്ട് ആ മീശവടിയൻ പാട്ടുകാരൻ പാടിയപ്പോ നൗഷാദ് എന്ത് കെട്ടി ഇവന് നല്ലോണം ഒരു വളം വെച്ചു കൊടുത്തു. ധൈര്യമായിട്ട് നിങ്ങൾ പാടിക്കോളിയും, പാട്ടുകൾ പാടിക്കോളിയും, പാട്ടുകൾ ധൈര്യമായിട്ട് പാടിക്കോളിയും. അങ്ങനെ ഒരു പാട്ട് അങ്ങോട്ട് പാടിക്കഴിഞ്ഞാൽ ആ പാട്ടിന് ഞങ്ങൾ സാമിയത്ത് സൂഫിയ എന്ത് ചെയ്യും? അത് പിന്നെ യഥാർത്ഥാണെന്ന് ഞങ്ങൾ തെളിയിക്കുന്നു. നിങ്ങൾ എന്ത് പാട്ട് പാടിയാലും സാവിയത്ത് സൂഫിയ നിങ്ങളുടെ പിന്നിലുണ്ട്. സാവിയത്ത് സൂഫിയ എന്ത് ചെയ്യും? അത് ശരിയാക്കി തരും. ആര് പറഞ്ഞു? നൗഷാദ് പറഞ്ഞു. നൗഷാദിന്റെ പ്രസംഗം കേട്ട് കാണേണ്ട പാടിയാൽ കുടുങ്ങൂലേ? ഓ കാല് മാറും. നൗഷാദ് പറയുന്ന കേട്ടോളി, ആദ്യം എന്ന് പറയുന്ന കേട്ടോളി. പാട്ട് പാടുന്ന ഉസ്താദുമാരോട് നമുക്ക് പറയാം, മടവൂർ ശൈഖിനെ കുറിച്ചാണോ നിങ്ങൾ പാടുന്നത്? ധൈര്യത്തിൽ പാടിക്കോളൂ. ആ പാട്ടിനെ ശരനുസരിച്ച് സ്ഥിരീകരിക്കാൻ സാവിയത്ത് സൂഫിയ ഉണ്ട്. അങ്ങനുണ്ട്. അത് തെളിയിക്കാൻ സാവിയത്ത് സൂഫിയ തയ്യാറാണ്. നിങ്ങൾ ആരും ഭയപ്പെടേണ്ട, പാടിക്കോളിന്ന്. ഈ മൊയന്തിനോടല്ലേ, പാട്ടുകാരനോടല്ലേ പറയണത്. ആരെയും ഭയപ്പെടേണ്ടതില്ല. മശായിഖിനോട് യോജിച്ച നിയമത്തിൽ അവരെ സമ്മതത്തിലാണോ ഒന്നും ഭയപ്പെടേണ്ട. ഈ കോളാമ്പിന്റെ വർത്താനം കേട്ടുകാണ്ട് പാടിയിട്ടുണ്ടെച്ചാൽ ഓൻ വാക്ക് മാറും. നൗഷാദിന്റെ പിന്നിൽ നിന്നോ ഓൻ കുടുങ്ങും. കാരണം എന്താന്ന് വെച്ചാൽ ഓൻ കുറച്ച് കഴിഞ്ഞിട്ട് എന്താ പറയണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ആ സാധു പാടിപ്പോ അന്ന് നല്ലോണം പാടിക്കോളൂ, നിങ്ങളെ പിന്നിൽ ഞങ്ങളുണ്ട്, സാവിയത്ത് സൂഫിയ മറുപടി പറയുന്നു. ഇപ്പൊ പറയുന്നത് കേട്ടോ കാണി. ഇതാ നൗഷാദിനാണ് വരച്ചേ. ആരോ ഒരാൾ ഇപ്പൊ ആ പാട്ടുകാരനെ പറ്റി പറയണേ, ആരോ ഒരാൾ. ആ പാട്ടുകാരനെ അവനെ അറിയുന്നില്ല. ഐ എന്തോ ഒരു കഷ്ടം. ആ പാട്ട് പുറത്തിറക്കിയ ആളുടെ അഡ്രസ്സിൽ തന്നെ വിളിച്ചു നോക്കിയിട്ട് അയാൾ പറയുന്നത് ഞാനല്ല. അങ്ങനെയുള്ള ഏതോ ഒരു പാട്ട് ആരോ ഇറക്കിയത് അതാണോ ഞങ്ങളുടെ മേലിൽ വെച്ച് കെട്ടാമെന്ന് കരുതിയത്? നിങ്ങളെ മേലിൽ ഞങ്ങൾ വെച്ച് കെട്ടല്ല, നൗഷാദേ. സ്വയമായിട്ട് ഏറ്റെടുത്തിക്കണേ. ഞങ്ങളതിന് മറുപടി പറഞ്ഞു. അങ്ങനെ പടച്ചോനാണെന്ന് പറഞ്ഞുകൊണ്ട് പാടരുത മൊയന്തേന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മറുപടി പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ യൂട്യൂബിൽ കൂടി തന്നെ പറയണത്. അതൊക്കെ മറുപടി പറഞ്ഞപ്പോൾ ഇജ്ജാതാണ് സ്വയമായിട്ട് പ്രസംഗപീഠത്തിൽ വെച്ചിട്ടുണ്ട് ഏറ്റെടുത്തു. നിങ്ങൾ ധൈര്യമായിട്ട് പാടിക്കോളൂ, നിങ്ങളെ പിന്നിലുണ്ടാവും എന്ന് പറഞ്ഞിട്ട്. പിന്നെയാണ് ഇത് പാട്ടിന്റെ ഗൗരവം മനസ്സിലാക്കിയത്. അപ്പോൾ ഇതെന്ത് ചെയ്തു? ആ പാട്ടുകാരനെ തള്ളിപ്പറയും ചെയ്തു അല്ലേ? ഇനി ബാക്കി കേൾക്കട്ടെ. കർശനമായി പറയുന്നു. ഇനി വട്ടൂരി നൗഷാദ് കോളാമ്പി കർശനമായിട്ട് പറയുന്നുണ്ട്. പറയാം. ആ പാട്ടുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല, ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നുമില്ല, അതിനെ തള്ളിക്കളയും. എങ്ങനെയുണ്ട്? ആ പാടാൻ പറഞ്ഞുകാണ്ട് ഞങ്ങൾ സാവിയത്ത് സൂഫി ഞങ്ങൾ ഒപ്പം നിൽക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ല ഉഷാറായിട്ട് പാടി കഴിഞ്ഞപ്പോൾ ഇപ്പം എന്താ നൗഷാദ് പറഞ്ഞത്? ഞങ്ങൾ ആ പാട്ടിനെ തള്ളിക്കളയുകയാണ്. ഞങ്ങളതിനെ തള്ളി. ഇവർ പെട്ടെന്ന് തള്ളും. ഇവരെന്ത് ചെയ്യും? പറയിപ്പിച്ചിട്ട് പിന്നെ പെട്ടെന്ന് തള്ളും. അത് ഇവരുടെ സ്വഭാവമാണ് കൂട്ടരെ. അതേമാതിരി തന്നെയാണ് ഇവരുടെ എല്ലാ കാര്യങ്ങളും. ഇവരെന്ത് ചെയ്യും? വലിയ കമ്പിളിയൊക്കെ തോളിലിട്ട് കണ്ട് വരും. വലിയ റസൂലുള്ളാഹിന്റെ നാലിൻ്റെ ചെരുപ്പ് പിന്നെ ഫോട്ടോ ഉള്ളത് തലയിൽ കെട്ടിയിട്ടൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ മുന്നിലിങ്ങനെ ഇരുന്ന് കാണ്ട് ഷെയ്ഖുൻ വ മുരീദ് എന്നൊക്കെ പറഞ്ഞ് 4 പാട്ടൊക്കെ പാടുമ്പോൾ നമ്മക്ക് തോന്നും ഇതന്നെയാണ് ഷെയ്ഖ്. അങ്ങനെയാണ്. കാട്ടുകള്ളനാണെന്നുള്ള വിവരം നമ്മൾ മറന്നു പോവുകയാണ്. എന്നിട്ട് നമ്മൾ കാല് മുത്തിയിട്ടും കൈ മുത്തിയിട്ടും പിന്നെ ഹുസിയൈന് മുത്തി എന്തൊക്കെ പിടിച്ച് മുത്തേണ്ടതെന്ന് യാതൊരു പിടുത്തം ഉണ്ടാവില്ല. അപ്പം ഇത് ശരിക്ക് കള്ളന്മാരാ. കാരണം ഒരു വാക്ക് മാറും, യാതൊരു സംശയമല്ല.
ഇതന്നെ കണ്ടില്ലേ നിങ്ങൾ, തെളിവ് കണ്ടില്ലേ? ആദ്യം നൗഷാദ് ആ പാട്ടുകാരനെ കൊണ്ട് പാട്ട് പഠിപ്പിച്ചു. നൗഷാദ് എൻ്റെ വാക്ക് കേട്ടിട്ട് ആ ചെങ്ങായി എത്രങ്ങാനും പാട്ട് പാടിയറിയോ? എന്നാൽ ഈ കുരുവട്ടൂരികൾ ഉണ്ടാവിച്ചിട്ടോ എന്ത് കാട്ടി, പിന്നെ വേറെയും പാട്ട് പാടി. ബദിരീങ്ങൾക്ക് മേലെയാണ് മടവൂര് എന്ന് പറഞ്ഞുകൊണ്ട് പാടി. അതിനുശേഷം ഖബറിൽ വന്ന് മലക്കുകൾ വന്നു കഴിഞ്ഞാൽ മലക്കുകൾ ആട്ടി വിടുമെന്ന് പറഞ്ഞുകൊണ്ട് പാടി. ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്തു നൗഷാദ്, ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് കണ്ടു വന്നു. പിന്നെ കണ്ടിക്കണ് ഇനി ഇപ്പം പാടുക എന്നുണ്ടപ്പോൾ നൗഷാദ് എന്ത് പറഞ്ഞു, പാട്ട് പാടിയ ആളുമായിക്കൊണ്ട് ഞങ്ങൾ യാതൊരു ബന്ധമല്ല, ഓനെ വിളിച്ചിട്ട് കിട്ടണമില്ല, ഓനെ ഞങ്ങളറിയില്ല. അപ്പോൾ ഓൻ കുടുങ്ങി, ആസാദ് കുടുങ്ങി. ഇപ്പോൾ സംഭവം അതാണ് ഇവനെ വിശ്വസിച്ചിട്ട് കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ കരുതിടും. കുരുവട്ടൂരികളെ ഇവൻ തന്നെ അങ്ങനെയാണല്ലോ, ഇവൻ്റെ മൊത്തം കാര്യം അങ്ങനെയാണല്ലോ. ഏത് കാര്യം എടുത്ത് നോക്കുകയാണ് വെച്ചാലോ, ഇപ്പോൾ മിനിഞ്ഞാന്ന് അണ്ടോൺ ഉസ്താദിൻ്റെ അവിടെ ചെന്നിട്ട് അവിടേക്ക് ഇപ്പോൾ എന്തിനാ പോലും പോകേണ്ട ആവശ്യം? എന്തിനാ ഇപ്പോൾ അണ്ടോൺ ഉസ്താദിൻ്റെ അവിടെ പോകേണ്ട ആവശ്യം? അണ്ടോൺ ഉസ്താദ് എന്ന് പറഞ്ഞ സുൽത്താനുലുലമൻ്റെ ആളാണ്. അണ്ടോൺ ഉസ്താദിൻ്റെ മരുക്കൾ സുൽത്താനുലുലമൻ്റെ ആൾക്കാരാണ്. കുടുംബം മൊത്തം സുൽത്താനുലുലമൻ്റെ ആൾക്കാരാണ്. പിന്നെ എന്തിനാ ഇപ്പോൾ അവിടെ ഒന്ന് പോകേണ്ട ആവശ്യം? എന്നിട്ട് പിന്നെ പിറ്റേന്ന് അതിൻ്റെ അവിടെയുള്ള പെണ്ണുങ്ങളൊക്കെ പാടെ വീഡിയോ എടുത്തുകൊണ്ട് അത് പ്രചരിപ്പിക്കുക. ആ പെണ്ണുങ്ങൾ അതുമായിക്കൊണ്ട് കേസ് ചെയ്ത് പോയാൽ ഉഷാദേ പിന്നെ ഉണ്ടെന്നേണ്ടി വരും, തിന്നേണ്ടി വരും. ഒരു പെണ്ണുങ്ങളെ പ്രചരിപ്പിച്ചുകൊണ്ട് ഉള്ള ആ ഫോട്ടോ ആയിട്ട് നടന്ന അത് ഞങ്ങളെടുത്ത് കിട്ടിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കാട്ടേണ്ട രൂപം നമുക്കറിയാം. അത് ചിലപ്പോൾ പിന്നെ തിന്നേണ്ട കോലം വരും. മൊത്തത്തിൽ സ്റ്റേജ് ഉള്ളവരടക്കം വരും. ഇജെന്താ കരുതിയത് അനക്ക് മാത്രമൊന്നല്ല കേസ് കൊണ്ടേ കൊടുക്കാൻ പറ്റുക. ഇജൻ്റെ ഞങ്ങൾ പിന്നെ ഗ്ലോബൽ വില്ലേജിൽ എൻ്റെ ഷെയ്ഖിൻ്റെ ഭാര്യയും ഓനും കൂടിയും പോയിട്ട് അവിടുന്ന് ഒരു ഫോട്ടോ ഞങ്ങൾ എടുത്തുകൊണ്ട് പ്രദർശിപ്പിച്ചപ്പോൾ ഇത് ഞങ്ങളൊക്കെ പേരിൽ കൊണ്ടുപോയി കൊടുത്തല്ലോ. ഞങ്ങൾ വിളിച്ചു, അന്വേഷിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അവിടെ ഓളും വരേണ്ടി വരുമല്ലോ. ഒരു ഫൈനൽ കേസ് ആവണമെന്നുണ്ടെങ്കിൽ ഓളും വരണല്ലോ, എൻ്റെ ഷെയ്ഖിൻ്റെ ഭാര്യയും വരണല്ലോ. അവിടെ ഞങ്ങൾക്ക് കാണാലോ, ഓളൊന്ന് കാണാനേ ഞങ്ങൾക്ക് അവിടുന്ന് കാണാം ഇൻഷാ അല്ലാഹ് കേട്ടോ. അപ്പം അനക്ക് മാത്രമൊന്നുമല്ല അത് പറ്റുക, അത് ഞങ്ങൾക്കും എല്ലാവർക്കും കഴിയും അത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്ന് സാന്ദർഭികമായിക്കൊണ്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം.